നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ കളിക്കളത്തിലേക്കുള്ള മടങ്ങിവരവ് വളരെ ആകാംക്ഷയോടുകൂടി ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. എന്നാൽ ഇപ്പോൾ ചില വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ നെയ്മർ ജൂനിയർ മടങ്ങി വരാൻ ജനുവരി വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന്. എന്താണ് ആ വാർത്തകളുടെ അടിസ്ഥാനം? എന്താണ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉയർന്നു വന്നതിന് പിന്നിലുള്ളത്? ഇപ്പോൾ നോക്കുക, ജനുവരിയിലൊക്കെയാണ് ഇനി നെയ്മർ മടങ്ങിയെത്തുകയുള്ളൂവെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2 വർഷത്തെ അൽ ഹിലാൽ കോൺട്രാക്റ്റിൽ അപ്പോൾ ബാക്കിയുണ്ടാകുക വെറും 6 മാസമാണ്. അപ്പോൾ 2 വർഷത്തേക്ക് വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന താരത്തെ ഉപയോഗപ്പെടുത്താൻ അൽ ഹിലാലിന് അദ്ദേഹം ഫിറ്റായിട്ടും കഴിയാതെ വരുന്നൊരവസ്ഥ എന്നുള്ളത് അചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ കരുതാം. അപ്പോൾ എന്താണ് ഇങ്ങനൊരു വിഷയം? നെയ്മറെ നേരെ പരിക്കുമാറി വന്ന് അങ്ങ് കളിപ്പിച്ചുകൂടെ? നമ്മൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇതിൽ വിശദമായിട്ട് ഇട്ട റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഹിലാലിന് നെയ്മർ ജൂനിയറെ ഇത്തവണ കളിപ്പിക്കണമെങ്കിൽ നിലവിൽ അവരുടെ ഒരു ഫോറിൻ താരത്തെ ഒഴിവാക്കണം. ജാവോ കാൻസെലോയെ കൂടി കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരവസ്ഥയാണത്. സോ നിലവിലെ ഒരു വിദേശ താരത്തെ ഒഴിവാക്കി പറ്റൂ. റെനൽ ലോദിയെ ഒഴിവാക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. യൂറോപ്പിലൊക്കെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യപ്പെട്ടു. പക്ഷേ സെപ്റ്റംബർ 2 മാത്രമേ സൗദി അറേബ്യയിലെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ആവുകയുള്ളൂ. ഇനിയും 1-2 ദിവസങ്ങൾ കൂടി ഉണ്ട് എന്നർത്ഥം. അതിനിടയ്ക്കൊരു താരത്തെ പറഞ്ഞു വിടണം. ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ 3 ദിവസം ബാക്കി നിൽക്കെ അൽ ഹിലാൽ ഒരു വലിയ ഡിലമ്മയിലാണ് എന്നാണ് ഗ്ലോബോ നിരീക്ഷിക്കുന്നത്. ഒരു ഫോറിൻ പ്ലെയറെ നെയ്മർ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം ജാവോ കാൻസെലോയെ ടീമിലേക്ക് കൊണ്ടുവന്നതോടുകൂടി 9 വിദേശ താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട്. നിലവിൽ 8 വിദേശ താരങ്ങളെ സൗദി ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേസമയം 10 താരങ്ങൾ വരെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് സൗദി ഫെഡറേഷൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ 2 താരങ്ങൾ 2003 ശേഷം ജനിച്ചവരാവണം. 10 വിദേശ താരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൽ 2 താരങ്ങൾ 2003 ശേഷം ജനിച്ചവരാവണം എന്ന് പറയുമ്പോൾ 21 വയസ്സിന് താഴെയുള്ളവരാവണം. അണ്ടർ 21 പ്ലെയർ ആവണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സുപ്രധാനമായിട്ടുള്ള കാര്യം, ഹോർഗെ ഹീസസിന് നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു നിലവിലെ സീനിയർ വിദേശ താരത്തെ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബ്രസീലിയൻ സ്ട്രൈക്കർ മാർക്കോസ് ലിയനാർഡോയെ സ്വന്തമാക്കാൻ വേണ്ടി ഹോർഗെ ഹീസസ് ആഗ്രഹിക്കുന്നുണ്ട്. സോ യങ്സ്റ്ററാണ് എന്നുള്ളത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തു പോകാവുന്നതാണ്. അപ്പോഴും നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ നിലവിലെ ഒരു വിദേശ താരം പുറത്തേക്ക് പോവേണ്ടതുണ്ട്. ഇനീഷ്യലി മൈക്കൽ ഡെൽഗാഡോ അൽ ഹിലാൽ വിട്ടു പോയപ്പോൾ അദ്ദേഹം ഫ്ലമിംഗോയിലേക്ക് മടങ്ങിപ്പോയല്ലോ. അപ്പോൾ പോയപ്പോൾ നെയ്മർ ജൂനിയർക്ക് അവിടെ ഒരു സ്പേസ് ഓപ്പൺ അപ്പ് ആയതാണ്. എന്നാൽ അൽ ഹിലാൽ അതിന് പിന്നാലെ കാൻസെലോയെ അനൗൺസ് ചെയ്തതോടുകൂടി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും നിലവിലെ അവസ്ഥയിൽ അൽ ഹിലാലിൻ്റെ ഫോറിനേഴ്സ് എന്ന് പറയുന്നത് ബോനോ മൊറോക്കൻ താരം, കൂലിബലി സെനഗലീസ് താരം, റെനൽ ലോദി ബ്രസീലിയൻ താരം, ജാവോ കാൻസെലോ പോർച്ചുഗീസ് താരം, റൂബൻ നവസ് പോർച്ചുഗീസ് താരം, മിലങ്കോവിച്ച് സേവിച്ച് സെർബിയൻ താരം, മിട്രോവിച്ച് സെർബിയൻ താരം, മാൽക്കം ബ്രസീലിയൻ താരം, നെയ്മർ ബ്രസീലിയൻ താരം. അപ്പോൾ നോക്കുക, ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരാൾ ഒഴിവാക്കണം. റെനൽ ലോദിയെ ഒഴിവാക്കാൻ വേണ്ടി ക്ലബ്ബ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ആരാധകർ റെനൽ ലോദി ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിപ്പം കോച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാമിന് താഴെ വരെ പോയിക്കൊണ്ട് അത്തരത്തിൽ അവർ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് റെനൽ ലോദി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ര മികച്ചൊരു പ്രകടനം അൽ ഹിലാൽ ഇതുവരെ താരം കാഴ്ചവെക്കാത്തത് കൊണ്ട് തന്നെ അൽ ഹിലാൽ ആരാധകർക്ക് അദ്ദേഹത്തിൽ വലിയ പ്രതിപത്തിയില്ല. അദ്ദേഹത്തെ ഒഴിവാക്കി നെയ്മർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ 2 ഓപ്ഷൻസാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ റെനൽ ലോദിയെ ഒഴിവാക്കുക, അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനുവരി വരെ, അടുത്ത ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആവുന്ന സമയം വരെയൊക്കെ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് നെയ്മർ ആരാധകർക്ക് നിരാശയായിരിക്കും. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ അൽ ഹിലാൽ ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.